FC ബാഴ്സലോണയ്ക്ക് ലാലിഗയിൽ ഒരു തകർപ്പൻ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. 4-1 എന്നുള്ള സ്കോറിനാണ് ആ ഒരു എസ്പാന്യോളിനെ അവർ തകർത്തെറിഞ്ഞിട്ടുള്ളത്. ലാമിൻ യമാലിന്റെ ഒരു ഗോളും മാർക്കസ് റാഷ്ഫോർഡിന്റെ ഒരു ഗോളും അതുപോലെ തന്നെ ഫെറാൻ ടോറസിന്റെ 2 ഗോളും, ഇങ്ങനെ ടോട്ടൽ 4 ഗോളുകളാണ് ബാഴ്സലോണ സ്കോർ ചെയ്തത്. അസിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിജോങ്ങിന് ഒരു അസിസ്റ്റന്റ്, ലാമിൻ യമാലിന് 2 അസിസ്റ്റന്റ്. അപ്പൊ ടോട്ടൽ യമാലിന്റെ ഒരു ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഫെറാൻ ടോറസും മിന്നിച്ച് പെർഫോം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഏതായാലും ഇതോടുകൂടി ബാഴ്സലോണയ്ക്ക് എന്താണ് ആ ഒരു ടേബിളിൽ അത്രയും നല്ലൊരു ടോപ്പ് ലെവലിലേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും ബാഴ്സലോണ ഇക്കൊല്ലത്തെ ലാലിഗ തൂക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈവൻ ദോ ഐ എം എ റിയൽ മാഡ്രിഡ് ഫാൻ, ബട്ട് ലാലിഗ ബാഴ്സലോണ തൂക്കി. ഇപ്പോ ടേബിളിൽ നോക്കുകയാണെങ്കിൽ 9 പോയിന്റ്സ് ബാഴ്സലോണയ്ക്ക് ക്ലിയർ ആയിട്ട് ഉണ്ട്. അപ്പൊ നീ ലാലിഗയിലെ എൽ ക്ലാസിക്കോ ഡെർബിക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ ആ ഒരു ടൈറ്റിൽ ഇത് ബാഴ്സലോണ അടിക്കാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. ഇനി നമ്മൾ ആ ഒരു ബാഴ്സലോണയുടെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് ഗോൾ കീപ്പർ ആയിട്ടുള്ളത് ഗാർസി ആയിരുന്നു. ഡിഫൻസിൽ കുബാർസ്, മാർട്ടിന്, അതുപോലെ തന്നെ ബാൽഡെ, അറോഹോ, ഈ 4 ഡിഫൻഡേഴ്സാണ്. മിഡ്ഫീൽഡിൽ എറിക്, പെഡ്രി, ഗാവി. പിന്നെ അറ്റാക്കിംഗ് സൈഡിൽ ഫെർമിന്, ഫെറാന്, യമാല്. ഈ അറ്റാക്കിംഗ് സൈഡ് ആയിരുന്നു ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എറിക്കിനും പിന്നെ ഗാവിക്കും യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും റാഷ്ഫോർഡ് അടക്കം സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ഏതായാലും ലാലിഗ ബാഴ്സ തൂക്കി എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. റയൽ അവിടെ സമനിലായി വെറുതെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ബാഴ്സലോണ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് എടുത്തു. അപ്പോൾ ഈ സീസൺ ബാഴ്സ തൂക്കി. ഇനി അടുത്ത കളി അത്ലറ്റിക്കോയുമായിട്ടാണ്. ആ ഒരു കളിയിൽ കംബാക്ക് ഉണ്ടാകും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടന്റ്സ് ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.